എന്താണ് എന്റെ പൊന്നി ചേച്ചി ഒരു അബദ്ധം പറ്റി പെട്ടു ചേച്ചി. എന്താ കാര്യം? എന്താ പ്രാങ്ക് ചെയ്ത് ചേച്ചി, ഒന്ന് രക്ഷപ്പെടുത്തി ചേച്ചി. പ്രാങ്കോ? എന്റെ പൊന്നി ചേച്ചി, ഞങ്ങള് മറ്റേ ഇവിടുത്തെ കടയിലെ സാധനങ്ങളൊക്കെ അവരറിയാതെ അടിച്ചു മാറ്റിയിട്ടേ മറ്റേ അങ്ങനെ പ്രശ്നമാകുമ്പോൾ തന്നെ ഈ പ്രാങ്ക് വീഡിയോ ഇല്ലേ അതങ്ങനെ കാണിക്കാന്ന് വിചാരിച്ചാണ്. ഇപ്പൊ അങ്ങനെ വീഡിയോ എടുത്തപ്പോൾ തന്നെ എവള് നടന്നു വന്നപ്പോൾ തന്നെ ഈ സാധനം ഡിസ്പ്ലേ അടിച്ചു പോയി, വർക്കാവുന്നില്ല. വർക്കായി ഞാൻ കാണിച്ചു കൊടുത്തേനെ. ചേട്ടാ നമ്മുടെ പിള്ളേരായിട്ടാ എടുത്ത സാധനത്തിന്റെ പൈസ എത്രയാന്ന് പറഞ്ഞത് നമ്മളിപ്പോ തരാം. എന്താ ചേട്ടനെ അത് പറ്റൂല. ഇവരെല്ലാവരും ഒറ്റക്കെട്ടാണ്, പോലീസിനെ വിളിക്കാം. അച്ഛനെ വിളിച്ചോണ്ട് വളയെ പോയി, അച്ഛനെ വിളിച്ചോണ്ട് വരായി. ചേട്ടാ പോലീസിനെ നിങ്ങൾ എന്തായാലും വിളിക്കുമ്പോ ജാമ്യത്തിന് ഒരാൾ വേണമല്ലോ. നമ്മുടെ വീട് ഇവിടെ അടുത്ത അച്ഛനെ വിളിച്ചിട്ട് ഇപ്പൊ വരാം. ഇപ്പൊ വരാം, ഞാൻ ഇപ്പൊ വരാം. മുന്നേട്ടാ ഇത് ഒരു വിഷയാക്കണ്ട കേട്ടോ. നമുക്ക് എങ്ങനെ എങ്ങനെയൊന്നും സോൾവ് ചെയ്യാം. തമാശ കളിച്ചാണ് പിള്ളേരെ നമുക്ക് മനസ്സിലായില്ല. എടാ അതൊക്കെ പറയണം, അല്ലാണ്ട് ഞങ്ങൾ എടുത്തു വെക്കുന്നൊക്കെ പറഞ്ഞാ പ്രശ്നം കഴിഞ്ഞില്ലേ? നിങ്ങൾ ഇങ്ങനെ ഒരു സംഭവം അത് കാണിക്കാൻ വന്നപ്പോ കാണിക്കണതിന് മുന്നേ ഇയാളോട് പറയണ്ടേ? എന്റെ കൊച്ച പേടിച്ചോലി എന്തോന്ന് പെട്ടെന്ന് തീർക്കാൻ നോക്കണ പരിപാടിയാണ്. ആകെ പ്രശ്നമാ. എന്തോന്ന് പ്രശ്നം? രാംകുമാർ കുറിച്ച് തിരിച്ച അതൊന്നും അല്ല. അച്ചറക്കനെ ഇവിടെ മോട്ടിക്കാൻ പോയിട്ട് പിടിച്ചു വെച്ചേക്കുവാ. ആര് യാചർക്കാൻ മോട്ടിക്കാൻ പോയി? കേശു. ക്യാഷ് മോട്ടിക്കാൻ പോയാ? എനിക്ക് ഡീറ്റെയിൽ ഒന്നും അറിയാൻ പാടില്ല. പെട്ടെന്ന് എന്തെങ്കിലും പോലീസിനെ വിളിക്കുന്നൊക്കെ അവര് പറയുന്നേ. പോലീസിനെ വിളിക്കും? കൊച്ചെന്തോ വെച്ചാ പറഞ്ഞത്? ഞാൻ പറഞ്ഞില്ല എനിക്ക് ഡീറ്റെയിൽ ഒന്നും അറിയാൻ പാടില്ല. ഇപ്പൊ ചെന്നില്ലെങ്കിലേ അവര് സ്റ്റേഷനിൽ ഇറക്കേണ്ടി വരും. ഇങ്ങോട്ട് വാ. എനിക്ക് വയ്യ. വാ വേഗം. എന്തോ കണ്ടോ കണ്ടോ എന്തോടെ പ്രാങ്ക് പ്രാങ്കാ? ഭായി ഈ കടയിൽ നിന്ന് ഇവര് മോഷ്ടിച്ചിട്ട് സഞ്ചിയിലാക്കിയിട്ട് നിൽക്കുകയാണ്. ചുമ്മാ ഒന്നും പറയല്ലേ. ചുമ്മാ പറയല്ലേ സാറേ, ആ സഞ്ചിയിലുണ്ട്. പറ്റിപ്പോയാച്ചാ? പറ്റിപ്പോയിന്നുണ്ടെന്ന് കാര്യമില്ല ഭായി. കട്ടെടുത്ത സാധനം എന്ന് പറഞ്ഞാൽ വലിയ കേസാണത്. പോലീസിനെ വിളിച്ചാലേ പറ്റുള്ളൂ. നിങ്ങൾ ജാമ്യം എടുക്കാൻ നോക്കുന്നുണ്ട്. ജാമ്യം എടുക്കാൻ നോക്കണോ? നിങ്ങൾ ഒന്ന് പറയുമ്പോൾ രണ്ട് പോലീസിനെ വിളിക്കുന്നുണ്ട്. ഞാൻ പിള്ളേരുടെ സംസാരിക്കട്ടെ. എടാ എന്താ കാര്യം എന്താടേ? ഞങ്ങൾ മറ്റേ ഈ പ്രാങ്ക് എന്ന് പറഞ്ഞുകൊണ്ട് വന്നതാണ്. പ്രാങ്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഷൂട്ട് ചെയ്ത് ഈ സാധനം എല്ലാം എടുത്ത് സഞ്ചിക്കാത്തിട്ട് അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇത് വീഡിയോ എടുക്കണമല്ലോ. അങ്ങനെ ഞങ്ങൾ വീഡിയോ എടുത്ത് പിന്നെ വീഡിയോ എടുത്തല്ല പിന്നെ കാണിച്ചോടെ വീഡിയോ അല്ല കാണിക്കാൻ വന്നപ്പോ കൈതിട്ട് താഴെ വീണ് ഡിസ്പ്ലേ പോയി. ഇതൊക്കെ വരുടെ തരികടയാണ്. ഡിസ്പ്ലേ പോയത്. ഇതൊക്കെ പ്രാങ്ക് പ്രാങ്ക് എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് വല്ലതും മനസ്സിലാവോ? പോലീസിനെ വിളിക്കുവായി വരെ പിടിച്ച ഉള്ളിലാക്കാൻ നോക്ക്. എങ്ങനെയാലും രക്ഷപ്പെടുത്തച്ചാ പ്ലീസ് അച്ഛാ. ഇത് നീ കാട പോലെ വളർന്നില്ല ലച്ചുവായി. എനിക്ക് അവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കൂടായിരുന്നാ? എന്റെ അച്ഛൻ ഇതൊന്നും എനിക്കറിയാൻ പാടില്ലായിരുന്നു. ഞാൻ ഇവളും കൂടെ ജംഗ്ഷനിൽ സാധനം മേടിക്കാൻ പോയതാ. തിരിച്ചു വന്നപ്പോ ഇവരിവിടെ പിടിച്ചു നിർത്തിയേക്കുന്നു. ഇപ്പൊ ഞങ്ങളും പെട്ടി. എന്റെ ഐഡിയ അല്ല, ഞങ്ങളുടെ ഐഡിയ ആയിരുന്നു. നിങ്ങളുടെ ഐഡിയ ആയിരുന്നാ? ഒരു കാര്യം ജീവനെ പിടിച്ച് നിർത്തിയിട്ടേ ഞാൻ ബാക്കി പിള്ളേരെ കൊണ്ടുപോട്ടാ. എന്താ കൊച്ചാ? എത്ര രൂപ? 10,000. അതിന്റെ വില മാത്രം കിട്ടിയ പോരല്ല, പിന്നെ മോഷ്ടിച്ചതല്ലേ. ആര് മോഷിച്ച് പറയല്ലേ? കൊച്ചു പിള്ളേരെ കളിച്ചല്ലേ, പ്രാങ്ക് കളിച്ചല്ലേ. ആളെ കാണാതെ എടുക്കുന്നതൊക്കെ മോഷ്ടിക്കുന്നതിൽ പെടും. നേരത്തെ ബുദ്ധി വന്നത് പോയി. നീ പൈസ അവിടെ ഉണ്ടാക്കി ഞാൻ എഞ്ചിനീയറെ വിളിക്കാൻ അമ്മയടുത്ത് പറയണ്ട. അപ്പൊ പൈസ കിട്ടുന്ന സോഴ്സൊക്കെ അറിയാല്ലേ? പെട്ടെന്ന് വിളിച്ചാ. നീ ഇവിടെ നില്ലടാ, ഞാൻ നമുക്ക് പോവാ. കടയിൽ വല്ല സാധനങ്ങൾ എടുത്ത് കൊടുക്കാന്നില്ലേ? ഓരോ യാണിൽ ഉണ്ടാക്കി വയ്ക്കും. ഹലോ എഞ്ചിനീയർ സാറേ, ഒരു അത്യാവശ്യമായിട്ട് എനിക്കൊരു 10,000 രൂപ ഉണ്ട് സാറേ. എൻ്റെ ഭാര്യ നീരുമില്ലേ, അവൾക്ക് പെട്ടെന്നൊരു അസുഖം വന്ന് ഹോസ്പിറ്റലിൽ ആയിപ്പോയി സാറേ. ട്രിപ്പ് അടച്ച് കിടത്തിയൊക്കെയാണ്. ഇപ്പം 10,000 മതി എന്ന് പറഞ്ഞു. ഒന്ന് അയച്ചു തരുമോ? അത്യാവശ്യമാണ് സാറേ. എന്ത് പാവപ്പെട്ട നീരു ഞാൻ ഹോസ്പിറ്റലിലാക്കി. നിനക്കൊക്കെ സാറേ അതാ വന്ന് ക്ലിങ്. എന്താ 10,000 രൂപ എൻ്റെ അക്കൗണ്ടിൽ നിന്നല്ല പിടിക്കണത്, ശമ്പളത്തിൽ നിന്ന് പിടിച്ചതായി കേട്ടാ. ശരി.